നമസ്കാരം. ആടുജീവിതം എന്ന നോവൽ കേരള സാഹിത്യത്തിൽ തന്നെ വേറിട്ട ഒരു കൃതിയാണ്. അതിലെ ഓരോ അധ്യായവും വായിക്കുമ്പോൾ ഓരോ വായനക്കാരന്റെ മനസ്സിൽ ആ ഒരു മലയാളി പ്രവാസി അനുഭവിച്ച ഓരോ കഷ്ടപ്പാടുകളുടെ പ്രയാസം അനുഭവിക്കുന്നു. അവിടെയുള്ള മരുഭൂമിയുടെ കടുത്ത ചൂടും തന്റെ അർബാബിന്റെ ബെൽറ്റ് കൊണ്ടുള്ള അടിയും ഒരുമിച്ച് ഏറ്റുവാങ്ങിയ ഒരു സാധു പ്രവാസിയുടെ കഥ. നജീബിന്റെ വേദനയും തനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ഓരോ കഷ്ടപ്പാടുകളും ഭക്ഷണത്തിനായുള്ള തെണ്ടലുകളും ഓരോ വെല്ലുവിളികളും സഹിച്ചു കൊണ്ടിരുന്ന ആ ഒരു പ്രവാസിയുടെ കഥയാണ്. ദോഹയിലേക്ക് തന്റെ പ്രവാസ ജീവിതത്തിനായി വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ഒരു മലയാളിക്ക് സഹിക്കേണ്ടി വന്ന ഏറ്റവും വലിയ കഷ്ടപ്പാടെന്നുള്ളത് തന്റെ യജമാനെ മാറി വേറൊരു കഫീലിന്റെ കൂടെ പോയതാണ്. നട്ടുച്ചയിലെ കടുത്ത ചൂടും പാതിരാത്രിയിലെ കൂരിരുട്ടിനപ്പുറത്തുള്ള തണുപ്പും സഹിച്ച ഒരു പ്രവാസി. ദോഹയിലേക്കായി താൻ വിമാനം കയറിയപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതീക്ഷകളുടെ ഒരു തിരമാല തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം താൻ ഒരു മസറ ജീവിതമാണ് അനുഭവിക്കേണ്ടത്. തനിക്ക് ആകെയുള്ള ആശ്വാസം എന്നുള്ളത് ആഴ്ചന്തോറും തൻ്റെ മസറയുടെ അടുത്തേക്ക് ഒരു ലോറിയുമായി വെള്ളവുമായി വരുന്ന ഒരു മനുഷ്യനെ മാത്രമാണ് അദ്ദേഹം ജീവിതത്തിൽ കാണാറുള്ളത്. അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ പോലും തന്റെ അർബാബ് തന്നെ ബെൽറ്റിൽ ചിതറടിക്കുമായിരുന്നു. എന്നാലും തന്റെ ഓരോ രക്തത്തുള്ളിയും ഓരോ വേദനകളും നൊമ്പരങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് താൻ തന്റെ ദൈവത്തിലേക്ക് അർപ്പിക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണെങ്കിലും തന്റെ ദൈവത്തിൽ തന്റെ ഓരോ പ്രതീക്ഷകളെയും അർപ്പിച്ചുകൊണ്ട് താൻ എല്ലാ ദിവസവും തന്റെ നമസ്കാരത്തിൽ നയിക്കുമായിരുന്നു. എന്നാൽ ആ ഒരു 3 വർഷത്തെ കഷ്ടപ്പാട് അത് ജീവിച്ചറിഞ്ഞ ആ ഒരു മലയാളി പ്രവാസിയുടെ കഥ എല്ലാവരും വായിച്ച് തന്നെ അറിയേണ്ടതാണ്. തന്റെ പ്രിയ പത്നിയായ സൈനുവിനെയും തന്റെ ഉമ്മയെയും ഒഴിവാക്കിക്കൊണ്ട് താൻ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഉള്ള മൊത്തം കാശും ചെലവാക്കിക്കൊണ്ടാണ് താൻ പ്രവാസ ജീവിതത്തിൽ നയിച്ചത്. എന്നാൽ പോലും തന്റെ ജീവിതത്തിൽ മറന്നുകൂടാൻ കഴിയാത്ത ആ ഒരു 3 വർഷം താൻ എങ്ങനെ ജീവിച്ചെന്നുള്ളത് അവനെ തന്നെ അറിയുള്ളൂ. ഓരോ വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് ഒരു അമ്പ് പോലെ തുളച്ചു കയറുന്ന അതിന്റെ ഓരോ വാക്കുകളും ബെന്നി ബെഞ്ചമിൻ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. തന്റെ കഫേലിന്റെ അടുത്ത് എത്ര അട്ടഹസിച്ചാലും എത്ര പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയാലും ആകെ ആടുകൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നു. ആടുകളും ഒട്ടകങ്ങളും ജീവിക്കുന്ന ഒരു മസറക്കകത്ത് ആടുകളെ പോലെ വെള്ളം കുടിച്ചും തന്റെ മലമൂത്ര വിസർജനത്തിന് പോലും വെള്ളം കൊടുക്കാത്ത ആ ഒരു അർബാബിന്റെ കഥ. ആ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഹക്കീമിന്റെയും നജീബിന്റെ അടുത്തേക്കാണ് ആ ഒരു മനുഷ്യൻ കടന്നിരുന്നത്. അബ്ദുൽ ഖാദിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തന്നെ രക്ഷപ്പെടുത്താനായി ഒരു ദിവസം യജമാന തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പുറത്തു പോയപ്പോൾ താൻ രാത്രി ഓടുകയാണ്. 3 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം റോഡിനരികെ അദ്ദേഹം എത്തുകയാണ്. പക്ഷേ വഴിക്കിടയിൽ ഹക്കീമിന്റെ മരണം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ താൻ രക്ഷപ്പെട്ട് ഒരു മലബാർ ഹോട്ടലിലേക്ക് എത്തുകയാണ്. അങ്ങനെ അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ ഒരു കൃതി വായിക്കേണ്ടത് എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ്. കാരണം എന്നാൽ ഓരോ മലയാളി പ്രവാസിയുടെയും ഹൃദയത്തിൽ കൊള്ളുന്ന ഓരോ നൊമ്പരങ്ങളും ഓരോ മലയാളികൾക്കും വായിക്കേണ്ട അനിവാര്യമാണ്. നന്ദി, നമസ്കാരം.